വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾക്ക് വശംവദരായി ആദിമാതാപിതാക്കൾക്ക് നഷ്ടമായ സൃഷ്ടിയുടെ സൗന്ദര്യമായ പറുദീസ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഒരു പുതിയ പറുദീസ സൃഷ്ടിക്കപ്പെടുന്ന മനോഹരമായ ദിനമാണ് പെസഹ വ്യാഴം. കാരണം ഈ പെസഹ വ്യാഴത്തിൽ അഥവാ കർത്താവിൻ്റെ അന്ത്യത്താഴ ദിവ്യപൂജ നടന്ന സമയത്ത് ആദി പറുദീസായിൽ നഷ്ടപ്പെട്ടു പോയ പലതും പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി, അന്ത്യത്താഴ സമയത്തെ ആരാധനാക്രമമനുസരിച്ച്, വിശ്വാസ പാരമ്പര്യമനുസരിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നതായിട്ടാണ് നാം വിശ്വസിക്കുന്നത്. ഒന്നാമതായിട്ട്, കർത്താവായ യേശു തൻ്റെ തിരുശരീര രക്തങ്ങൾ ഭാഗിച്ചു കൊടുത്ത് സംപൂജ്യമായിട്ടുള്ള ദിവ്യകാരുണ്യം എന്ന കൂദാശ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ദിനമായി നാം ഇത് ആചരിക്കുന്നു. രണ്ടാമതായി, ഈ പരിപാവനമായ കൂദാശ പരികർമ്മം ചെയ്യുവാനും ദൈവത്തിനും മനുഷ്യർക്കും മധ്യവർത്തിയായി തീരുവാനുമുള്ള കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ശിഷ്യഗണത്തെ പൗരോഹിത്യം എന്ന കൂദാശയിലേക്ക് ഉയർത്തിയതായ മനോഹര ദിനം കൂടിയാണ് പെസഹ വ്യാഴം. മൂന്നാമതായി, ഈ 2 കൂദാശകളും അടിസ്ഥാനമിട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന ദിവ്യ കൂദാശയെ സ്നേഹമെന്ന മനോഹരമായിട്ടുള്ള ദൈവിക കൽപ്പനയാൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടും പെസഹ വ്യാഴത്തെ നാം നോക്കിക്കാണുന്നു. ഈ 3 സംഭവങ്ങളും നഷ്ടപ്പെടുന്നതാണ് പഴയ പറുദീസ. കാരണം ആദി മാതാപിതാക്കളായ ആദവും ഹവ്വായും അവർക്ക് ഒരു ഭക്ഷണമായിട്ട് ലഭിച്ച ആ വൃക്ഷത്തിൻ്റെ ഫലം കൗശലക്കാരനായ സാത്താൻ അവർക്ക് വെച്ച് നീട്ടുന്ന പഴം കൊണ്ട് അവൻ പറയുന്നത് പുതിയ ഒരു ജീവൻ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്താത്ത ഒരു പുതിയ ജീവിതം അവർക്ക് ലഭിക്കും, അവർ ദൈവമാകുമെന്ന്. എന്നാൽ ജെറൂസലേമിലെ മാളിക മുകളാകുന്ന പുതിയ പറുദീസായിൽ കർത്താവ് തൻ്റെ ശരീരരക്തങ്ങളാണ് കാൽവരി മലയിൽ ഉയർത്തപ്പെട്ട കുരിശാകുന്ന മരത്തിൻ്റെ ഫലമായി ഈ മാനവരാശിക്ക് നൽകുന്നത്, ജീവനേകാനും ജീവനായി തീരാനും. ആദി പറുദീസായ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു പോയപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ അകൽച്ചയായി. അകൽച്ചയുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് സാത്താൻ്റേത്. എന്നാൽ പുതിയ പറുദീസയായ മാളിക മുകളിൽ ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയില്ലായ്മ ചെയ്യുവാനും മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുവാനുമായിട്ടുള്ള മധ്യവർത്തികളെ കർത്താവ് മെനഞ്ഞെടുക്കുകയാണ് പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ. അതുപോലെ തന്നെ ആദി മാതാപിതാക്കളുടെ പാപം മൂലം നഷ്ടപ്പെട്ട പറുദീസായിൽ അവരുടെ ജീവിതത്തിന് ഉണ്ടായ പ്രധാനപ്പെട്ട വീഴ്ചയെന്ന് പറയുന്നത് അവർ തമ്മിൽ അകലുകയാണ്. ആദം ഹവ്വായെ കുറ്റപ്പെടുത്തുന്നു, ഹവ്വ സാത്താനെ അല്ലെങ്കിൽ സർപ്പത്തെ കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആദം ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ തന്ന എൻ്റെ ഇണ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുന്നതായ ഒരു അകൽച്ചയുടെ നിമിഷമാണ് ആദി പറുദീസായിൽ കാണുന്നതെങ്കിൽ, പുതിയ പറുദീസായിൽ കുറ്റം ആരോപിക്കുന്നവനെയും ഒറ്റുകാരനെയും ഉപേക്ഷിച്ചു പോകുന്ന പത്രോസിൻ്റെയും പോലും പാദം കഴുകിക്കൊണ്ട് പുതിയ ഒരു കൂദാശയായി, പുതിയ സ്നേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള രൂപം നൽകിക്കൊണ്ട് ദൈവമായ കർത്താവ് നമുക്കൊരു പുതിയ കൂദാശ നൽകുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെസഹ വ്യാഴ ദിനത്തിൽ ഈ 3 കാര്യങ്ങളും നാം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇനിയും പഴയ പറുദീസായിൽ ജീവിക്കേണ്ടവരല്ല. പുതിയ പറുദീസയാകുന്ന മാളികമുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നാം വസിക്കുന്ന ഇടങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വക്താക്കളായി, കൂദാശയുടെ പരികർത്താക്കളായി, ദിവ്യഭോജനം സ്വീകരിച്ചുകൊണ്ട് ജീവനെ നിലനിർത്തുന്നതിനായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.